പിണറായിയുടെ മകന്റെ UK വിദ്യാഭ്യാസ ചെലവ് വഹിച്ചത് SNC ലാവ്ലിൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2023 ഫെബ്രുവരി 14 കൊച്ചി ED ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് സമൻസ് അയച്ചു എന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുകയാണ്. ലൈഫ് മിഷൻ പദ്ധതി കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു, കമ്മീഷൻ മേടിച്ചു എന്ന കേസിലാണ് പിണറായിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചത് എന്നതായിരുന്നു പുറത്തുവന്ന ആദ്യ വാർത്തകൾ. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകന് UK പഠിക്കുവാൻ ലാവ്ലിൻ കമ്പനി പണം നൽകി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുവാനാണ് സമൻസ് അയച്ചത് എന്നാണ് വിവരം. ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ED സമൻസ് അയച്ചത്. ലാവ്ലിനിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി പണം ഈടാക്കി എന്നതാണ് ഈ സമൻസിൽ പ്രധാനമായും പറയുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ വിവേക് കിരൺ ഹാജരാകണം എന്നതായിരുന്നു ED സമൻസിലൂടെ ആവശ്യപ്പെട്ടത്. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ED വ്യക്തമാക്കുന്നത്. 2020 SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ED ECIR രജിസ്റ്റർ ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരമാണ് നടപടിയെടുത്തത്. ലാവ്ലിൻ കമ്പനിയുടെ മുൻ ഡയറക്ടറായിരുന്നു ദിലീപ് രാഹുലൻ. ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിക്കൊണ്ട് തൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ദിലീപ് രാഹുലൻ്റെ നയം എന്ന് മൊഴിയുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. ദിലീപ് രാഹുലൻ ഈ രീതിയിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന G കാർത്തികേയന് 1995 വലിയ തുക നൽകി. അതിനുശേഷം 1996 ശ്രീ പിണറായി വിജയന് വലിയ തുകകൾ നൽകി. ഏറ്റവും പ്രധാനമായി ദിലീപ് രാഹുലൻ പിണറായി വിജയന്റെ മകന്റെ UK വിദ്യാഭ്യാസത്തിനായി വലിയ തുക ചെലവഴിച്ചു എന്ന മൊഴിയും ECIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയിലെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയായിരുന്നു വിവേക് കിരണിന് ED സമൻസ് അയച്ചത്. എന്നാൽ ഈ സമൻസിൽ പിന്നീട് തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. സമൻസ് അനുസരിച്ച് ED ഓഫീസിൽ വിവേക് കിരൺ എത്തിയതുമില്ല. ഈ സമൻസിന്റെ ഭാഗമായി ഹാജരാകുകയോ മറ്റു നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. സമൻസ് അയച്ച് ഏകദേശം 2 വർഷം പിന്നിടുമ്പോഴും ഈ കേസിൽ പിന്നീട് കാര്യമായ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യം അയച്ച നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല, അത് മടങ്ങി എന്നും വിവരമുണ്ട്. ഒന്നിലധികം തവണ നോട്ടീസ് നൽകി പല കേസുകളിലും ED ഇടപെടാറുണ്ടെങ്കിലും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു നോട്ടീസിൽ അന്വേഷണം അവസാനിപ്പിച്ചു എന്നതിന് ED വൃത്തങ്ങൾക്ക് കൃത്യമായ മറുപടി ഇപ്പോഴും നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. SNC ലാവ്ലിൻ കേസ് CBI രജിസ്റ്റർ ചെയ്തത് 2007 2009 കുറ്റപത്രം സമർപ്പിച്ചു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിയാണ് അന്ന് കുറ്റപത്രം നൽകിയത്. എന്നാൽ പിണറായി വിജയൻ വിടുതൽ ഹർജിയിലൂടെ കുറ്റവിമുക്തനാക്കപ്പെട്ടു. ഈ വിധി ഹൈക്കോടതിയും അംഗീകരിച്ചു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് CBI സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. CBIയുടെ നടപടികൾക്ക് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് 2020 ED ലാവ്ലിൻ കേസിൽ ECIR രജിസ്റ്റർ ചെയ്തത്. ഇതുകൂടാതെ ഒരു പ്രമുഖ മാൾ മുതലാളിയും പിണറായിയുടെ മകന്റെ വിദേശ പഠനത്തിനായി സഹായിച്ചു. അദ്ദേഹത്തിന്റെ ദുബൈയിലെ ആഡംബര ഫ്ളാറ്റിലാണ് കാലാകാലങ്ങളായി മകൻ താമസിക്കുന്നത് എന്നും വിവരമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ തന്റെ കയ്യിൽ വലിയ ബോംബുണ്ടെന്ന് പറഞ്ഞ ജട്ടി വ്യവസായിയും പറഞ്ഞത് മുഖ്യമന്ത്രി എല്ലാ തവണയും വിദേശയാത്രകൾ പോകുമ്പോൾ താനും ഒപ്പമുണ്ടായിരുന്നു, മകളുടെ ഷെൽ കമ്പനിയിലേക്ക് താനും പണം കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇതൊന്നും ED ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. മകന് UK പഠിക്കുവാൻ സഹായത്തിന് SNC ലാവ്ലിനും മാൾ മുതലാളിയും, മകളുടെ ഷെൽ കമ്പനിയിൽ നിക്ഷേപം നടത്തുവാൻ CMRLും ജട്ടി വ്യവസായിയും, പിന്നെ കാരക്കോണം മെഡിക്കൽ കോളേജുകളും. ഈ തിരുട്ടു കുടുംബത്തെ തൂക്കി അകത്തിടേണ്ടെന്ന ED വെച്ച് തന്നെ ഇതെല്ലാം അനക്കിക്കൊണ്ടിരിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. തിരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ ഇവന്മാർക്ക് പതുക്കെ അനക്കം വെക്കും, പിന്നെ എല്ലാം മറക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.